ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻ്റർസെപ്റ്റർ 650 ആണ്. ഇത് ഞാൻ ഈ വണ്ടി ഇത്രയും ഇപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു ഇംപ്രഷൻസും പറയാനാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് നേരത്തെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പം ഇപ്പം ഇത് 2024 മോഡൽ ഇൻ്റർസെപ്റ്റർ, റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650 ആണ്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ 2 ദിവസം കൊണ്ട് ഞാൻ ഇത് ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിക്കടുത്ത് കോടനാട് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ വണ്ടിയെക്കുറിച്ച് ഇത്രയും വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതിലുള്ള എൻ്റെ ഒരു ഇംപ്രഷൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു റിവ്യൂ ഒന്നുമല്ല. ഞാൻ നേരത്തെ ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പം ഇത് റിവ്യൂ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാത്രിയിൽ ഹെഡ്ലൈറ്റിൻ്റെ ത്രോ വളരെ മോശമാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ വരെ രാത്രിയിലാണ് റൈഡ് ചെയ്ത് വന്നത്. പക്ഷേ വളരെ മോശം ത്രോയാണ് രാത്രിയിൽ. നമുക്ക് ഈ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഓക്സ് ലാമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ വിൻഡ് ബ്ലാസ്റ്റ് നല്ല രീതിക്ക് ഇതിനൊരു ഫ്രണ്ടിലൊരു ടോൾ വൈസർ ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് വണ്ടിക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു 100+ ക്രൂസ് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ വിൻഡ് ബ്ലാസ്റ്റ് അടിക്കും. അപ്പോൾ ഒരു 90-100 ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ക്രൂസിങ് സ്പീഡ്. ഒരു ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ റൈഡിങ് എർഗണോമിക്സ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഇതിൻ്റെ സീറ്റ് ലോങ് റൈഡ്സിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് അല്ല ഇത്. ഇതിൻ്റെ ലോങ് റൈഡ്സിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റല്ല. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സീറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയുള്ള സീറ്റിൻ്റെ വിട്ട് വളരെ കുറവാണ്. അപ്പം നമ്മുടെ ഈ ബാക്ക് സൈഡിന് വേണ്ടത്ര സപ്പോർട്ട് തരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പറയുന്ന കമ്പാരിസൺസ് കൂടുതലും എൻ്റെ ഡോമിനാറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഡോമിനാർ ആയതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും കൂടുതലും ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറവാണ്. അപ്പം ഈ റോയൽ എൻഫീൽഡ് തന്നെ അവരുടെ ഒരു ടൂറിംഗ് സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മേടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ യൂസർ ഒപ്പീനിയൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴത്തേക്കും വളരെ നല്ല ഒപ്പീനിയൻസ് ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ വിഡ്ത്ത് ഉണ്ടെന്നാണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഡീലക്സ് ടൂറിംഗ് സ്യൂട്ടോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. 6000 റുപ്പീസ് സംതിങ് ആണ് അതിന് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതുകൊണ്ട് മീറ്റർ വളരെ ബേസിക് ആണ്. ഒരു ട്രിപ്പ് മീറ്റർ, ഒരു ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂവൽ ഗേജ്, അത്രയേ ഉള്ളൂ. പിന്നെ സ്പീഡോമീറ്റർ, ഇത് നമ്മുടെ RPM മീറ്റർ, പിന്നെ ഇവിടെ വാർണിംഗ് സൈൻസ്, അതൊക്കെ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്ററാണ്. അപ്പം ഇത്രയും വിലയുള്ള വണ്ടിക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ളൊരു മീറ്റർ കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ മിറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഫുൾ റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും മിററിൻ്റെ വിസിബിലിറ്റി വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. പിന്നെ അതുപോലെ ബ്രേക്കിൻ്റെ ബാക്ക് ബ്രേക്ക് ഒട്ടും കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല. നമുക്കൊരു 60-40 സ്പ്ലിറ്റിൽ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് 60% ഫ്രണ്ട് ബ്രേക്കും 40% ബാക്ക് ബ്രേക്കും. ആ ഒരു ബ്രേക്കിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ബാക്ക് ബ്രേക്ക് മാത്രമായിട്ട് പിടിക്കുകയാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മോഡലല്ല ഇത്. പിന്നെ ടയറിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് ടയർ വന്നിരിക്കുന്നത് സിയറ്റിൻ്റെ ടയറാണ് വന്നിരിക്കുന്നത്. അതും ഒട്ടും കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ടയറായിട്ട് ഞാൻ പറയില്ല. കാരണം അതിൻ്റെ പ്രത്യേകിച്ച് കോർണറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വണ്ടി വല്ലാണ്ട് പാളുന്ന പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയൻസ് ആണ്. അപ്പം വണ്ടി വല്ലാണ്ട് പാളുന്ന പോലെ തോന്നി. അപ്പം ഈ ടയറും നല്ലൊരു ടയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പം ടയർ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. ഞാൻ എൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റോക്ക് സൈലൻസറാണ്. അപ്പം സ്റ്റോക്ക് സൈലൻസറിൽ നിന്ന് തന്നെയുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. വണ്ടി ഓഫ് ചെയ്തേക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്വിച്ചിൻ്റെ പൊസിഷനിങ്.
ഇത് എന്തിനാണ് ഇങ്ങനെ പാസ് സ്വിച്ചൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെയായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട്, പ്രത്യേകിച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ട് നമ്മൾ പാസിലേക്ക് യൂസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. അപ്പം ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്നവർക്ക് പാസ് സ്വിച്ച് ഒക്കെ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ പൊസിഷനിങ് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത്രയും ദിവസം ഈ വണ്ടി ഓടിച്ചതിനകത്ത് എനിക്കുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു ഇംപ്രഷൻസും. അതുപോലെ ലൈക്ക് റൈഡ് ക്വാളിറ്റി ആണെങ്കിലും സസ്പെൻഷൻ അത്ര സ്റ്റിഫും അല്ല അത്ര സോഫ്റ്റും അല്ല, ഒരു മീഡിയം ലെവലിലാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പോർട്ട് ഹോൾസൊക്കെ ചാടുമ്പോഴത്തേക്കും എനിക്ക് അത്രയ്ക്കൊന്നും ഫീൽ ചെയ്ത് തോന്നിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇത്രയും ഒരു 500 കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഓടിച്ചതിനകത്തുള്ള എൻ്റെ ഒരു ഇംപ്രഷൻസ്. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഹെഡ്ലൈറ്റിന് ഒന്നെങ്കിൽ ഹെഡ്ലൈറ്റ് മാറ്റുമോ, അല്ലെങ്കിൽ പുതിയൊരു ഹെഡ്ലൈറ്റ് വെക്കുമോ, അല്ലെങ്കിൽ ഒരു ഓക്സ് ലൈറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് രാത്രി ഓടിക്കുന്നവർക്ക്. അതുപോലെ ഈ ഒരു വിൻസ്ക്രീൻ കുറച്ചുകൂടെ ഒരു വലിയ വിൻസ്ക്രീൻ വെക്കുവാണെങ്കിൽ നമ്മുടെ അത്രയും എന്താ പറയുക, നമ്മുടെ ഒരു ബ്ലിൻഡ് ബ്ലാസ്റ്റ് കുറയാൻ സഹായിക്കും. വണ്ടി നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ലൈക്ക് 50-60 വൈബ്രേഷൻസ് വളരെ വളരെ കുറവാണ് കമ്പയർഡ് ടു എൻ്റെ ഡോമിനാറോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വൈബ്രേഷൻസ് വളരെ വളരെ കുറവാണ്, ഹാൻഡിലൊക്കെയുള്ള വൈബ്രേഷൻസ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ എൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഈ വണ്ടി ഇത്രയും ദിവസം യൂസ് ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതൊരു തീരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള വെഹിക്കിൾ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. Till then, take care. Bye-bye.